ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ക്രിയേറ്റിവിറ്റിയിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു കപ്പ് ചായ എടുത്തുകൊണ്ടാണ് എൻ്റെ കുഞ്ഞ് ഗാർഡനിലോട്ട് എൻ്റെ യാത്ര. ഈ മോർണിംഗിലുള്ള ചായ കൂടി ഞാൻ കുടിച്ചില്ലെങ്കിൽ എന്തോ മിസ് ചെയ്തതുപോലെ തോന്നാറുണ്ട് അന്നത്തെ ദിവസം. അങ്ങനെ പുറത്തുള്ള കാറ്റും കൊണ്ടിട്ട് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ നട്ടിരുന്ന ഒരു പ്ലാന്റിൽ ഫംഗസ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫംഗസ് ഒരു ചെടിയിൽ വരുന്നുവെങ്കിൽ ആ ചെടിയുടെ വളർച്ചയെ ബ്ലോക്ക് ചെയ്യിപ്പിക്കും. ഞാൻ ആ ഫംഗസ് മാറ്റാൻ വേണ്ടിയിട്ട് അതിൽ സ്പ്രേ ചെയ്ത് കൊടുത്ത ഒരു മരുന്നുണ്ട്. അതിൻ്റെ പേരാണ് നീം ലിക്വിഡ്. അത് ഒരടപ്പ് മരുന്നിന് 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഒന്ന് കലക്കി എടുത്തിട്ട് ഈ ഫംഗസ് ഉള്ള ചെടിയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഈ നീം ലിക്വിഡ് നമ്മൾ വളമെല്ലാം വാങ്ങിക്കുന്ന കടകളിലും ഉണ്ടാവും. ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ആ ഫംഗസ് ഇരിക്കുന്ന ആ ലൊക്കേഷൻ എല്ലാം നല്ല നോക്കിയിട്ട് നല്ല സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്നാലേ ആ ഫംഗസ് മാറത്തുള്ളൂ. ഈ ഫംഗസ് വരുമ്പോൾ നമ്മൾ വലിയ കാര്യമാക്കാതെ വിട്ടാൽ ഈ ഫംഗസ് കൊണ്ട് ആ ചെടി ഫുള്ളായിട്ട് നശിച്ചു പോകേണ്ട സാധ്യത ഉണ്ട്. ഞാൻ ഇതാ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഈ പ്ലാന്റിൽ ഈ ഫംഗസ് വന്നിട്ടുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്നാൽ ഈ പ്ലാന്റിന്റെ ഇലകൾ പഴുക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഈ ഫംഗസ് ഈ ചെടിയിൽ വന്നിട്ടുണ്ടെന്ന്. നിങ്ങൾ ഈ നീം ലിക്വിഡ് വാങ്ങിച്ച് ഇതേപോലെ ട്രൈ ചെയ്താൽ മതി. ആ ഫംഗസ് എല്ലാം ഫുള്ളായിട്ട് മാറും. ആ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരും. എനിക്കിതുപോലെ ഈ ഫംഗസ് വന്നതിൽ നിറയെ ചെടികൾ നഷ്ടപ്പെട്ടു പോയി. എനിക്ക് ഈ നീം ലിക്വിഡിന്റെ കാര്യമൊന്നും നേരത്തെ ഒന്നും അറിയത്തില്ല. എനിക്കൊരു ആത്മനിലയത്തിലുള്ള ഒരു ചേട്ടനാണ് പറഞ്ഞു തന്നത് ഈ ലിക്വിഡ് ഈ ചെടികളിനെ നല്ല സേഫ് ആക്കുമെന്ന്. ഞാൻ ഇതിനെ ട്രൈ ചെയ്ത് ഞാൻ റിസൾട്ട് അറിഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾക്കും ഞാൻ ഷെയർ ചെയ്തത്. പിന്നെ ഈ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാമേ. ടാറ്റാ ബൈ, സീ യു.